നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും ഓരോ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി സഹജമാർ ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആശയവിനിമയം ക്രമേണ ഉയർത്തിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ആശയവിനിമയത്തിന്റെ ആവശ്യമില്ലാത്ത ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിച്ചേരണം. സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുക. ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുക. എല്ലാവരും ഹൃദയത്തെ അറിയാനും ഹൃദയത്തെ സ്പർശിക്കാനും സാധിക്കുക. അങ്ങനെയാകുമ്പോൾ ഈ ലോകത്തിൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന കാര്യം ഉണ്ടാവില്ല. സഫറിങ് എന്ന് പറയുന്ന കാര്യം ഉണ്ടാവില്ല. നമ്മൾ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തു, പെയിൻ ഇന്നെവിറ്റബിൾ ആണ്. പെയിൻ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഒരു ലെവലിൽ നിന്ന് വേറെ ലെവലിലേക്ക് നമ്മൾ പാസ് ചെയ്യുമ്പോൾ ഒരു കംഫോർട്ട് സോൺ പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു വേദന, ഒരു പെയിൻ ഉണ്ടാവും. പക്ഷേ സഫറിങ് വേണം, വിഷമതകൾ വേണം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. സഫറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താൻ തുടങ്ങും. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ അൺനാച്ചുറൽ ആയിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുക. അപ്പോൾ ആ ട്രാവലിംഗ് തന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഋതമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഋതത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് സഫറിങ്ങിന്റെ ആവശ്യമില്ല. നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്യം അറിഞ്ഞുകൊണ്ട് തന്നെ യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും യാത്രയുടെ പെയിൻ ഉണ്ടാവും. പക്ഷെ ലക്ഷ്യബോധം ഉള്ളിലുള്ളതുകൊണ്ട് നമുക്കത് സഫറിങ് ഉണ്ടാവില്ല. ഒരു കുട്ടി വളരുമ്പോൾ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും പെയിൻ ഉണ്ട്. കുട്ടി അനുഭവിക്കുന്ന വിഷമങ്ങൾ കാണുമ്പോൾ പെയിൻ ഉണ്ടാവും. പക്ഷെ അവർ സഫർ ചെയ്യുന്നുണ്ടോ? സ്നേഹമാണ് അവർ അടിസ്ഥാനമായിട്ട്. കാരണം നമ്മൾ സഞ്ചരിച്ച അതേ വഴി തന്നെയാണ്, അപ്പൊ അവനും അത് സഞ്ചരിക്കണം. ഇത് തിരിച്ചറിഞ്ഞ ഒരാൾക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നു. ഈ ജീവിതത്തിൽ വേദനയുടെ അർത്ഥം മനസ്സിലാക്കിയ ഒരാൾക്ക് സഫറിങ് ഇല്ലാണ്ട് ജീവിക്കാനും സാധിക്കും. സഫറിങ് ഇല്ലാണ്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ, മറ്റുള്ളവരെ സഫറിങ്ങിൽ നിന്ന് ഉയർത്താനും
സാധിക്കുന്നു, ശരിക്കുള്ള സമാധാനം നൽകാൻ സാധിക്കുന്നു. അതല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിലേക്ക് നൽകുന്നത് നെഗറ്റീവായിട്ടുള്ള സജഷൻസ് ആയിരിക്കും. നമ്മൾ നോസിബോ എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ അറിയാതെ തന്നെ സൃഷ്ടിക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷൻസ് നമ്മുടെ തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വേറൊരാൾക്കും അതുപോലെ നൽകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ഡോക്ടർ രോഗിയെ ചികിത്സിക്കുമ്പോൾ ഈ രോഗത്തിലൂടെ കടന്നു പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നിന്റെ യഥാർത്ഥത്തിലുള്ള ചേഞ്ച് വരേണ്ടത് ഉള്ളിലാണ്, ആക്സെപ്റ്റൻസിലാണ്. രോഗം യഥാർത്ഥത്തിൽ മനസ്സിനെ ബാധിക്കാൻ പാടില്ല. ബോഡിക്ക് ഒരു വിശ്രാമം വേണം. മനസ്സിന്റെ പ്രവർത്തികൾ അതിന്റെ രീതിയിൽ തുടരാനുള്ള ഒരു ഹെൽപ്പ് ഒരു ഡോക്ടർ കൊടുക്കാൻ സാധിക്കും. ബോഡി തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ബോഡിയിൽ വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മനസ്സിലെ ക്ലേശങ്ങൾ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ യൂസ്ലെസ് ആവും. നമ്മൾ മഹാത്മാക്കളുടെ ജീവിതം നോക്കിയാലേ അവർ വയ്യാതെ കിടക്കുമ്പോൾ കൂടി അവർ എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിരുന്നു, അവർ ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. സഹജമാർഗത്തിൽ ബാബുജി മഹാരാജിന് ഉദാഹരണമുണ്ട്. എപ്പോഴും അസുഖമായിരുന്നു. ചാരുജി മഹാരാജ് എപ്പോഴും വയ്യാതിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴും കൂടിയും അദ്ദേഹം ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ ശരീരത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മനസ്സിന്റെ വിഷമങ്ങളെ കുറിച്ചിട്ടോ ഒന്നും ചിന്തിക്കാതെ പ്യൂറായിട്ടുള്ള ആ ഫ്ലോ റേഡിയേറ്റ് ചെയ്യാൻ സാധിക്കുക, അതൊരു വലിയൊരു നേട്ടമാണ്. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ചേഞ്ചസ് നമ്മുടെ മനസ്സിനെ ഉയർത്തുന്നതാണ് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ നൽകുന്നത് എപ്പോഴും സ്നേഹം തന്നെയായിരിക്കും. നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ നമ്മുടെ മനസ്സിൽ പഴയ കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ട് സഫർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലോകത്തിന് നൽകുന്നത് സഫറിങ് ആയിരിക്കും. ഇതാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യം. അപ്പോൾ ലോകത്തിലേക്ക് സഫറിങ് നൽകുന്നത് മനുഷ്യനാണ്. മറ്റുള്ള ജീവജാലങ്ങളൊന്നും സഫറിങ് നൽകുന്നില്ല. ഋതുക്കൾ മാറുന്നു, മരം വളരുമ്പോൾ ഇലകൾ കൊഴിയുന്നു, ഒരു വിത്തുന്ന് ഒരു മരം ഉണ്ടാവുന്നു. അതൊക്കെ നമുക്ക് സന്തോഷമല്ലേ നൽകുന്നത്. നമുക്കൊരിക്കലും അവിടെ ഒരു സഫറിങ് അനുഭവിക്കുന്നില്ല. ഒരു വിത്ത് എന്ന് പറഞ്ഞ മരം ഉണ്ടാകുമ്പോൾ പാവം വിത്ത് എന്ന് നമുക്ക് തോന്നില്ല. നേരെ മറിച്ച് മൃഗങ്ങളിലേക്ക് എത്തുമ്പോൾ സഫറിങ് കുറച്ചുകൂടി കാണുന്നുണ്ട്. അവരെ വിഷമം അവർ കരഞ്ഞിട്ടും വേദനിച്ചിട്ടും ഒക്കെ അറിയിക്കുന്നു. പക്ഷെ അത് അതോടുകൂടി അവസാനിക്കുന്നു. അവരടുത്ത തലത്തിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ ഇവിടെ ഉള്ള സഫറിങ് ശരീരം വിട്ടതിന് ശേഷം ഇവിടെ വേറെ ആൾക്ക് നൽകിക്കൊണ്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഫറിങ്ങിന്റെ ബാങ്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ ഒരു ഏറ്റവും വലിയ പ്രോബ്ലം ആണ്. മനുഷ്യൻ സ്വയം സഫർ ചെയ്യല്ല, നൽകുന്നത് സഫറിങ് ആണ്. അപ്പൊ നമ്മള് അസ്ട്രോളജിയിലൊക്കെ പ്രശ്നം വെക്കാന്ന് പറയും, തറവാടുകളിലൊക്കെ. അപ്പൊ എവിടെ ചെന്ന് പ്രശ്നം വെച്ചാലും ഇവിടെ സ്ത്രീ ശാപമുണ്ട്, ബ്രാഹ്മണ ശാപമുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അലയുന്ന പ്രേതാത്മാക്കളുണ്ട് എന്നൊക്കെ പറയും. അവരനുഭവിച്ച വിഷമം കണ്ട ഭാരമാണ് അവിടെ മുഴുവൻ നിൽക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് സ്നേഹം നൽകാൻ സാധിച്ചില്ല? കാരണം അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആ സെൽഫിഷ്നെസ്, സ്വാർത്ഥത, അത് നൽകാൻ തയ്യാറായില്ല, ഷെയർ ചെയ്യാൻ തയ്യാറായില്ല. എപ്പോഴും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണെങ്കിൽ, അങ്ങനെ ഒരു ഫാമിലി ഉണ്ടെങ്കിൽ, എപ്പോഴും ലോകത്തിന് വെളിച്ചം നൽകുന്ന ഒരു കുടുംബമാണെങ്കിൽ ക്രമേണ സൊസൈറ്റിയിലും ആ വെളിച്ചം നൽകുന്ന ഒരു മാറ്റം വരും. പിന്നെ അവിടെ ഒരിക്കലും അന്ധകാരം വരില്ല, പ്രശ്നം തന്നെ ഉണ്ടാവില്ല. അന്ധകാരം മാറ്റാനുള്ള ഏറ്റവും ഒരേ ഒരു വഴിയാണ്, ഏറ്റവും അല്ല ഒരേ ഒരു വഴി വിളക്ക് എത്തിക്കുക എന്നതാണ്. അതുപോലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക എന്നതാണ്. അപ്പോൾ സഫറിങ്ങിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ സ്നേഹം വേണം, കമ്പാഷൻ വേണം. ഓൾവേസ് ഫർഗീവ്, ഫർഗെറ്റ് ആൻഡ് ബി കമ്പാഷനേറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ കമ്പാഷന് ഹീലിംഗിൽ കമ്പാഷന്റെ ഏറ്റവും വലിയ പ്രാധാന്യം നമുക്കിപ്പോൾ മനസ്സിലായി വരികയാണ്. കമ്പാഷനാണ് ശരിക്കും ഹീൽ ചെയ്യുന്നത്. അനുകമ്പ. നമ്മൾ കൊടുക്കുന്ന മരുന്നോ നമ്മൾ പറയുന്ന വാക്കുകളോ ഒന്നുമല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന ആ കമ്പാഷനാണ് ശരിക്കും സഫറിങ് ഇല്ലാണ്ടാക്കുക. അപ്പൊ അങ്ങനെയാകുമ്പോൾ വേദനിക്കുന്ന വ്യക്തികളും ആ വേദന അറിയാണ്ട് ആനന്ദിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ വേദന അനുഭവിക്കുന്ന ആൾക്കാരിലേക്ക് ഈ കമ്പാഷൻ എത്തിക്കുകയാണെങ്കിൽ ഈ ലോകത്തിന്റെ സഫറിങ് ഇല്ലാണ്ടാവും എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ഓൾവേസ് ബി കമ്പാഷനേറ്റ്. ആ വഴിയിലേക്കാണ് ഹാർട്ടുള്ള സഹജമാർഗ സിസ്റ്റം നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലുള്ള വാസനകളെ ശുദ്ധീകരണത്തിലൂടെ ഇല്ലായ്മ ചെയ്തിട്ട് പാസ്റ്റിലേക്കുള്ള കോണ്ടാക്ട്
നമ്മളെ യഥാർത്ഥ ജ്ഞാനമാക്കി മാറ്റിയിട്ടുണ്ട്. അത് വേണം അവിടെ. അത് യഥാർത്ഥ ജ്ഞാനമാക്കി മാറ്റിയിട്ട് ഇതുവരെ എന്നെ പഠിച്ച പാഠങ്ങൾ, ഞാൻ പഠിച്ച പാഠങ്ങൾ എനിക്ക് ഫ്യൂച്ചറിൽ കൂടുതൽ ഉള്ളിൽ നിന്ന് സ്നേഹം നൽകാൻ പ്രാപ്തി നൽകുന്ന തലത്തിലേക്ക് മാറാൻ സാധിക്കണം. അതാണ് സഹജമാർഗം. ഓരോ സ്റ്റെപ്പും കൂടുതൽ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യണം, കോൺഷ്യസ്നസ് എക്സ്പാൻഡ് ചെയ്യണം. ഒരു സ്റ്റേജ് എത്തും ഒരു തരത്തിലും വേറൊന്നും പ്രവഹിക്കാത്ത ഒരു ഉപകരണമായിട്ട് മാറും. എവിടെ ചെന്നാലും ആ സ്നേഹം ഒഴുകുന്ന കമ്പാഷന്റെ ഇൻസ്ട്രുമെന്റ് ആയിട്ട് മാറുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചേരും. അപ്പൊ ലോകം മുഴുവനും ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.